ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളി ചിക്കൻ കറിയാണെന്ന്. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാട്ടോ. ഇത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ്, ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ബേ ലീഫ് ഇതൊക്കെ കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2-3 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാല നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു തേങ്ങയുടെ ഒരു മിക്സ് ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തേങ്ങ നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ഈ ചിക്കൻ കറി ഇങ്ങനെ വേവിച്ചെടുക്കും. ഇനി തേങ്ങ നന്നായിട്ട് കുറുകി വരുമ്പം നമുക്ക് ഇതിലേക്ക് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കിംഗ് ക്രീം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. 75 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ കുക്കിംഗ് ക്രീം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുക്കിംഗ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ തിളപ്പിക്കുന്നില്ല. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കിംഗ് ക്രീമൊന്നുമില്ല, അണ്ടിപ്പരിപ്പില്ല, ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ.
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.